Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ മേക്കിംഗ് ആണ് ട്ടോ. ഒരു ബേസ് ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു വീഡിയോ കണ്ട അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തംബ്നെയിൽ ഉണ്ടാക്കി പഠിക്കട്ടോ. അപ്പോൾ അതിനായി പ്ലേ സ്റ്റോറിൽ അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കി. ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇപ്പോൾ ടോട്ടലി അപ്ഡേറ്റ് ആയതിനു ശേഷം ചേഞ്ച് ആയ മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സ്റ്റാൻഡേർഡിലൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബിസിനസ്, ഫാഷൻ, നിങ്ങളെ വീഡിയോസ് എന്തുമായി ബന്ധപ്പെട്ടതാണോ അതുമായി ബന്ധപ്പെട്ട ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ ഡിലീറ്റ് ചെയ്താണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പം ഇതിൽ നിന്നൊന്ന് ഉണ്ടാക്കി നമുക്ക് നോക്കട്ടോ. ഫോർ എക്സാമ്പിൾ ഫുഡിൽ പോയി ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒരു ജ്യൂസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിതിന് ടൈറ്റിൽ സെലക്ട് ചെയ്താണ്ട് ഡിലീറ്റ് കൊടുത്തു. ഇതിലുള്ള ടൈറ്റിലൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ആ ടൈറ്റിലുമ്പോൾ ടച്ച് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ പോട്ടോ. എന്നിട്ട് താഴെ കണ്ടില്ല കുറേ ഓപ്ഷൻസ്, ടെക്സ്റ്റ്, സ്റ്റിക്കർ, ഇമേജ്, എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട്. അതിൽ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുന്നേ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മാംഗോ ജ്യൂസ്, എൻ്റെ വീഡിയോ മാംഗോ ജ്യൂസാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തു, ആഡ് കൊടുക്കാം. ആഡ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് ഇതിലേക്കത് ആഡാവും. ഈ ഏരോ കണ്ടില്ലേ, ഇത് നമ്മൾ നീട്ടാനും കുറക്കാനും ഇമേജ് ആയാലും ടെക്സ്റ്റ് ആയാലും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. ഒറ്റ ലൈനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വലിച്ചാൽ ഡബിളായിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. ഇനി റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആയാലും ടെക്സ്റ്റ് ആയാലും ഈ ഏരോ ഉണ്ടല്ലോ ഡിലീറ്റിൻ്റെ താഴെ, ഈ ഏരോ ഒന്ന് വലിച്ച് നീക്കിയാൽ മതി, റൊട്ടേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ടൈറ്റിൽ കൊടുത്തു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ഇമേജ് കൊണ്ടുവരണമല്ലോ. ഈ ഇമേജ് അല്ലല്ലോ നമ്മളെ വീഡിയോസിന് മാച്ച്. അപ്പം മാച്ചുള്ള ഇമേജ് ആണെങ്കിൽ അത് ചേഞ്ച് ആക്കണ്ട കേട്ടോ, അത് അങ്ങനെ തന്നെ വെക്കുക. അപ്പം ഞാൻ താഴെ കണ്ടില്ല ടെക്സ്റ്റ്, സ്റ്റിക്കർ, ഇമേജിൽ പോവുക, യൂസ് ഗാലറി. പിന്നെ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ എഡിറ്റിംഗ് പഠിക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബേസിക് മുതൽ പറയുന്നൊരു വീഡിയോ ആണ്, വേണം എന്നുള്ളത് അത് പോയി കാണാം കേട്ടോ. അങ്ങനെ ഇമേജിൽ പോയി ഗാലറി, ഫോട്ടോസിൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട പിക്കില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ ഒരു ഫുഡിൻ്റെ പിക്ക് എടുക്കുകയാണ്. ഇവിടുന്ന് ക്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് വെക്കാം. ഞാൻ ജസ്റ്റ് ക്രോപ്പ് ചെയ്തു. എന്നിട്ട് ടിക്ക് കൊടുക്കുക, മുകളിലുണ്ട് ടിക്ക്. എന്നിട്ട് ഇവിടെ വെക്കുക. ഇത് നീട്ടാനും ചെറുതാക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ജ്യൂസ് ഗ്ലാസ് ആണ് വിചാരിക്കുക. അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് എറേസ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നൊരു നീറ്റ് തോന്നുമല്ലോ. എറേസ് ചെയ്ത് പിക്ക് വെക്കണേ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വെക്കും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി സെലക്റ്റാണ്. മുകളിൽ എറേസറിൻ്റെ ചിഹ്നം ഉണ്ടാവും, എടുക്കുക. താഴെയുണ്ട് എറേസർ, അതെടുക്കുക. അപ്പം എന്നിട്ട് നമ്മളിത് ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മറ്റേ കറക്റ്റ് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ കാണിച്ചു തരാം. എറേസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ സൈസ് ഒന്ന് കൂട്ടി കൊടുത്താൽ ഇവിടെ ഉള്ളൊക്കെ എറേസ് ചെയ്യുമ്പോൾ ഇതൊന്ന് വലുതാക്കണതാണ് നല്ലത് കേട്ടോ. എന്നാൽ പെട്ടെന്ന് എറേസ് ചെയ്ത് കഴിയും. ഈ കറക്റ്റ് അതിൻ്റെ വക്കതൊക്കെ എറേസ് ചെയ്യുമ്പോൾ മാക്സിമം ചെറുതാക്കണം നല്ലത്. എന്നാലെന്താ കറക്റ്റ് ഇങ്ങനെ മെല്ലെ കൊണ്ടുപോവാം. ഇനി അഥവാ ഇതിപ്പോൾ ഇങ്ങനെ അറിയാണ്ട് കൈതട്ടി മായുകയാണെങ്കിൽ ഓട്ടോൻ്റെ മുകളിൽ ആരോ കണ്ടില്ല, അണ്ടു എന്നൊരു ആരോ ആണ്, അതെടുത്താൽ ആ മാഞ്ഞതൊക്കെ കിട്ടും കേട്ടോ. പൂർവ്വതിയിലേക്ക് പോട്ട് അങ്ങനെ മായുമ്പോൾ നടുവെന്ന് മായുമ്പോൾ അങ്ങനെ ആ ആരോ എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ വക്കൊക്കെ ജസ്റ്റ് നല്ല നീറ്റിൽ നിങ്ങൾ മായ്ച്ചെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, ഞാൻ അങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല നീറ്റ് മായ്ച്ച് മുകളിലുണ്ടല്ലോ ആരോ, താഴോട്ടൊരു ആരോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് വരും. ഡിലീറ്റ് ആക്കാൻ പറഞ്ഞല്ലോ, അതിൽ തന്നെ ഡിലീറ്റ് ഓപ്ഷന് മുകളിൽ. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പിന്നെ ഇത് ചെറുതാക്കാനും വലുതാക്കാനുള്ള ഓപ്ഷൻസാണ്. ഇതിങ്ങനെ ആക്കി റൊട്ടേറ്റും കാര്യങ്ങളും ചെയ്യും. ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് മുകളിലുണ്ടല്ലോ ഓപ്ഷൻസ് എറേസറിൻ്റെ അടുത്ത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച് ഈ തംബ്നെയിൽ ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. ക്യാൻസൽ അടിച്ചാൽ മതി. അപ്പം എന്നിട്ട് ഇത് ലീവ് കൊടുക്കുക. ലീവ് ഇട്ട് കൊടുത്താൽ അത് പോകും. അതിപ്പോൾ ഗാലറിയിലെത്തി നമ്മൾ ഉണ്ടാക്കിയത്.
ഇതിൽ നിന്ന് ടെംപ്ലേറ്റ് എടുത്ത് ചേഞ്ച് ചെയ്യും. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നുകൂടെ സ്റ്റാൻഡേർഡായി തോന്നിക്കും. ഇപ്പോൾ ഗെയിം ആണെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് എടുക്കുക, ടൈറ്റിലൊക്കെ ഡിലീറ്റ് ചെയ്താണ്ട് കൊടുത്താൽ മതി. ഇനി അതല്ല നമുക്ക് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സ്വന്തം ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, മൈ എഡിറ്റ്, ക്രിയേറ്റ്, മൈ സേവ്. ക്രിയേറ്റിൽ പോവുക, 16:9 ആണ് യൂട്യൂബിൻ്റെ റേഷ്യോ. ആ റേഷ്യോ സെലക്ട് ചെയ്യാം. ഇതൊക്കെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു, ടച്ച് ചെയ്യുക, ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഇതിൽ ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ കളറും സ്പേസും ഇതൊക്കെ മാറ്റണേ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ സെയിം ആയിട്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും ഇങ്ങനെ തന്നെയാണ്. ടെക്സ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് വേണ്ട ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഞാനൊരു തംബ്നെയിൽ മേക്കിംഗ് കൊടുത്തു, ആഡ് കൊടുക്കുക. സോറി, ആഡ് കൊടുത്തു. പിന്നെ എഡിറ്റിൽ ഇവിടെ കണ്ടില്ലേ, ഇത് കൺട്രോൾ ആൻഡ് ഓപ്ഷൻസിലാണ് അപ്പോൾ നിൽക്കുന്നത്. അതിൽ കാണാം ഈ ഏരോ നിൽക്കിയാൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോയി വെക്കണേ ആവും ചെയ്യുക. പിന്നെ കോപ്പി എടുത്താൽ ഈ ടെക്സ്റ്റിൻ്റെ സെയിം കോപ്പി കിട്ടും കേട്ടോ. എഡിറ്റിൽ പോയാൽ ഈ ടെക്സ്റ്റിൻ്റെ ബോക്സൊക്കെ പോകും. നമുക്ക് റീ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. മേക്ക് ആഡ് കൊടുത്താൽ ഇങ്ങോട്ട് ആഡ് ആവും. ഞാൻ കോപ്പി എടുത്തതിന് അപ്പോൾ ഒന്ന് ഡിലീറ്റ് ആക്കാം. നമുക്ക് ഒരു ടെക്സ്റ്റ് മതിയല്ലോ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. ഇതിങ്ങനെ നീട്ടും ചെറുതാക്കും ചെയ്യാം. അപ്പോൾ ഒരു വരിയിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പം ഒറ്റ വരിയിൽ ഹെഡിങ് ആയല്ലോ. എന്നിട്ട് ഇതിന്മേൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്താലും പോവും. ടെക്സ്റ്റിൻ്റെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ബോക്സൊക്കെ പോവും. ക്യാൻസൽ അടിക്കാം. എഡിറ്റിലും പോവാം, ആദ്യമേ തന്നെ ഡബിൾ ക്ലിക്കും ചെയ്യാം. ഇനി ഫോണ്ടിൽ പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ ഫോണ്ടിൽ പോയാൽ ടെക്സ്റ്റിൻ്റെ മോഡൽ മാറ്റാം. കണ്ടില്ല, അപ്പോൾ ചേഞ്ച് ആകണേ. ടെക്സ്റ്റിൻ്റെ മോഡൽ നമുക്ക് ഇഷ്ടമുള്ളത് ഓരോന്ന് നിങ്ങൾ ഒഴിവനുസരിച്ച് നോക്കുക. എന്നിട്ട് അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലോ കളർ ആൻഡ് സ്പേസിൽ പോലെ ടെക്സ്റ്റിൻ്റെ കളറും കാര്യങ്ങളും മാറ്റുക. ഇഷ്ടമുള്ള നമുക്ക് ഇട്ട കളറൊക്കെ മാറ്റാം. പിന്നെ ഒപ്പാസിറ്റി ഉണ്ടല്ലോ, ഒപ്പാസിറ്റി പോയാൽ ഇതുണ്ടല്ലോ മങ്ങണ് ടൈറ്റിലിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനുമാണ്. ഷാഡോയിൽ പോയി വരുന്ന കളർ പറഞ്ഞാൽ ഇതിൻ്റെ ഷാഡോൻ്റെ ഒപ്പാസിറ്റി ഉണ്ടല്ലേ, കളർ എടുക്കുന്നതനുസരിച്ച് ഒപ്പാസിറ്റി നമുക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അവിടെ കാണാം. ഔട്ട്ലൈനിൽ പോയാൽ ഔട്ട്ലൈനിൻ്റെ കളർ ഇപ്പോൾ റെഡ്, ഔട്ട്ലൈൻ സൈസ് കൂട്ടി കുറച്ചാലേ എഫക്റ്റ് കാണുള്ളൂ. അങ്ങനെ ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പോവുക. പ്രിൻ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതും കൊടുക്കുക. പ്രിൻ്റ് താഴെ ഇല്ല, പ്രിൻ്റ് ഔട്ട്ലൈനിൽ പോയാണ്ട് ഒപ്പാസിറ്റി ഒന്ന് കുറക്കുക, എന്നാലേ ബാക്ക്ഗ്രൗണ്ട് കാണുള്ളൂ. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോവുക. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ കൊടുക്കണ പ്രിൻ്റ് ഉള്ളതാണ്ടില്ലേ. ഇനി പ്ലെയിനാണ് വേണമെങ്കിൽ കളറിൽ പോവാണ്ടില്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രിൻ്റ് ബാക്ക്ഗ്രൗണ്ട് വരും, ഈ കളർ ബോക്സും വരും. കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇനി നമ്മൾ ഇതിലോട്ട് ഇമേജ് കൊണ്ടുവരണം. ഇപ്പോൾ എന്ത് ഇമേജാണ്, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിനുമായി ബന്ധപ്പെട്ട ഇമേജ് ഞാൻ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് ഇമേജിൽ പോവുക, യൂസ് ഗാലറിയിൽ ഫോട്ടോസിൽ അപ്പം നമുക്ക് വേണ്ട ഇമേജ് കൊണ്ടുവരാം. ഇവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ക്രോപ്പ് ചെയ്യുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ പെർഫെക്റ്റായി ചെയ്യണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഇമേജ് കൊണ്ടുവരുന്ന കാര്യങ്ങളും ഇതൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഇമേജ് കൊണ്ടുവന്നു. ഇനി സ്റ്റിക്കർ കൊണ്ടുവരാം. സ്റ്റിക്കറിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ പല സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ ഓരോന്ന് നിങ്ങൾ ടൈം എടുത്ത് നോക്കുക. ഒരു സ്റ്റിക്കർ എടുത്തു. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ ചെരിച്ചാൽ മതി. വലുതാക്കാൻ ചെറുതാക്കാൻ ഈ ആരോ പിടിച്ച് വലിച്ചാൽ മതി. അങ്ങനെ സ്റ്റിക്കറും കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു തംബ്നെയിൽ റെഡി ആയെന്ന് വിചാരിക്കുക. സേവ് ചെയ്യാൻ മുകളിൽ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ക്യാൻസൽ അടിക്കുക. ബാക്ക് അടിച്ചാണ്ട് ലീവ് എടുത്താൽ മതി, അത് പോവും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇനി ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിൽ പ്ലെയിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ കണ്ടില്ല ഗാലറി ക്യാമറ കളറിൽ പോവുക. ഞാൻ അധികം ചെയ്ത് ഇങ്ങനെ കളറിൽ പോയി ബ്ലാക്ക് എടുത്താണ്ട് ഓക്കെ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇങ്ങനെ ഒരു ഷീറ്റിലാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളും എന്താ വേണ്ട വെച്ചാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ കളറും ഫോണ്ടും ഇപ്പോൾ മാറ്റൽ മനസ്സിലായില്ലേ.
കളർ ആൻഡ് സ്പേസിൽ പോവുക, കളർ കൊടുക്കുക. ഈ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് പോയാണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ കൊടുക്കുക. ഈ ഏരോ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. പിന്നെ ഒപ്പാസിറ്റി ഔട്ട്ലൈനൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരിട്ട് ഓപ്ഷൻസ് മനസ്സിലായ പിന്നെ നിങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കട്ടോ. പിന്നെ ഇമേജിൽ യൂസ് ഗാലറിയിൽ ഫോട്ടോസിൽ പോവുക. ഒരു ഇമേജ് കൊണ്ടുവന്നാണ്ട് ഇവിടുന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല എറേസ് ചെയ്യാനൊക്കെ കാണിച്ചു തന്നില്ലേ. എറേസ് ചെയ്താൽ ആ പെർഫെക്റ്റിൽ കിട്ടും. എറേസ് ചെയ്യാതെ ഇങ്ങനെയും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കും ചെയ്യുക. സേവ് ചെയ്യാൻ ആ മുകളിൽ ഓപ്ഷൻ കൊടുക്കുക. അത് ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. ക്യാൻസൽ അടിക്കുക, ലീവ് ഇറ്റ് കൊടുത്താൽ മതി. ഇനി ചിലവരുണ്ടാവും നമ്മളെ ഇതിൽ ചെയ്യുമല്ലോ, നമ്മൾ ഫോട്ടോസിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വെക്കാതെ ഫോട്ടോസ് ചെയ്യും. മുകളിൽ ഗാലറി ഉണ്ടല്ലോ, അതിൽ പോവുക, ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഇതാണ് ഞാൻ വീഡിയോസിലെടുത്ത ഇമേജ് എങ്കിൽ അത് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടായി വരും കേട്ടോ. കളറും ടെംപ്ലേറ്റ്സും ഒന്നുമല്ല, നമ്മൾ ഫോട്ടോസാണ് വരിക. എന്നിട്ട് ഇതിൽ താഴെ ടെക്സ്റ്റിൽ പോയാണ്ട് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്താണ്ട് നിങ്ങൾക്ക് സെറ്റാക്കിയൊക്കെ വെക്കാം. കളറും ഒപ്പാസിറ്റിയും ഇതൊക്കെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൺട്രോളിൽ ഓപ്ഷൻസ് പറഞ്ഞില്ലേ, ഇങ്ങനെ പിക്കായാലും ടെക്സ്റ്റായാലും സൈഡിലേക്കും മേലോട്ടും മുകളിലോട്ടും പോകാൻ ആ ഓപ്ഷൻസ് എടുക്കുക. പിന്നെ എഫക്റ്റ് താഴെ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഇപ്പുറത്തെ എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റുകൾ ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒന്നുകൂടി അട്രാക്റ്റീവായി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. എല്ലാ ഓപ്ഷൻസും പഠിച്ചാൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ്ട് എല്ലാം നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ സേവ് ചെയ്യാൻ മുകളിലുള്ള എറേസറിൻ്റെ അടുത്ത ഓപ്ഷനില്ലേ അത് വെക്കാം. ഇനി മുകളിൽ ഇത് പറഞ്ഞുതരാം. മുകളിലുണ്ടല്ലോ ഒരു ഏരോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അത് അണ്ടുമാണ് കേട്ടോ. അതായത് മുന്നത്തെ ഇത് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതടിച്ചാണല്ലോ ചേഞ്ചിങ് കണ്ടില്ലേ, തൊട്ട് മുന്നുള്ളത് കിട്ടാൻ കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്യാം തൊട്ട് മുന്നുള്ളത് കിട്ടാൻ. അങ്ങനെ അത് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാനും മുകളിൽ ഓപ്ഷൻ എടുക്കാം. അങ്ങനെ ടെംപ്ലേറ്റ്സിന്ന് തംബ്നെയിൽ ഉണ്ടാക്കലും ബാക്ക്ഗ്രൗണ്ടൊന്നും ഗാലറി ഫോട്ടോ വെച്ച് തംബ്നെയിൽ ഉണ്ടാക്കലും ജസ്റ്റ് എല്ലാം നമ്മൾ കാണിച്ചില്ലേ. ഇനി ഞാൻ കാണിച്ചു തരാം. ലീവ് ഇറ്റ് കൊടുക്കാം. ഇത് കണ്ടില്ല മൈ എഡിറ്റ്. ഈ മൈ എഡിറ്റിൽ ഓപ്ഷൻസ് എടുത്ത് പോയാൽ നമ്മൾ ഉണ്ടാക്കിയ ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഇതൊക്കെ ഇതിലുണ്ടാവും. ഫസ്റ്റായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് തംബ്നെയിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് തോന്നുകയാണ് ഒന്നുകൂടി ഒന്ന് ഇതാക്കി വെക്കണം, അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്യണം, ടൈറ്റിലൊക്കെ ഒന്ന് മാറ്റണം തോന്നുകയാണെങ്കിൽ മൈ എഡിറ്റ് പോയി നമ്മൾ ആ ചേഞ്ച് ആക്കേണ്ട തംബ്നെയിൽ എടുത്താണ്ട് ഇപ്പോൾ ഇതാണെങ്കിൽ ചേഞ്ച് ആക്കേണ്ടതുണ്ടെങ്കിൽ ഈ വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോണ്ടാണ് സ്റ്റൈൽ മാറ്റുന്നുണ്ടെങ്കിൽ ഫോണ്ടിൽ പോവുക, നമുക്കത് ഓരോന്നും മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെതാണെങ്കിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറാണെങ്കിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്താണ്ട് നമുക്ക് വേണ്ട ചേഞ്ച് ആക്കിയാണ്ട് മുകളിലുണ്ടല്ലോ സേവ് ഓപ്ഷൻ എറേസറിൻ്റെ അടുത്ത് അത് സെലക്ട് ചെയ്താൽ അത് എഡിറ്റ് ആയിട്ട് ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. ക്യാൻസൽ അടിക്കുക, ലീവ് ഇറ്റ് കൊടുക്കുക, ബാക്ക് അടിക്കുക. ഇനി മൈ സേവ് ഉണ്ടല്ലോ, ക്രിയേറ്റിൽ പോയാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചെയ്യണമെങ്കിൽ ക്രിയേറ്റിൽ പോയാണ്ട് 16:9 എടുക്കുക, അങ്ങനെ ചെയ്യുക. മൈ സേവ് ഉണ്ടല്ലേ, മൈ എഡിറ്റ് പോയാൽ റീ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസിലേക്കാണ് പോവുക. മൈ സേവ് പോയാൽ നമ്മൾ ഇതിലുണ്ടാക്കി വെച്ച എല്ലാ തംബ്നെയിലും ഇതിൽ കാണാൻ പറ്റും. ഫുൾ തംബ്നെയിൽ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ മുന്നേ ഈ തംബ്നെയിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോസിന് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാട്ടോ. എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുത്തിടുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഗാലറി പോയോക്കട്ടോ. നമ്മൾ ഉണ്ടാക്കിയ തംബ്നെയിലൊക്കെ ഗാലറിയിലുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കിയ തംബ്നെയിൽസാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇതൊക്കെ ഉണ്ടല്ലോ ഗാലറിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ കൈൻമാസ്റ്റർ എഡിറ്റിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് വേണമെന്നുള്ളവർക്ക് പോയി കാണട്ടോ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തെടുക്കണേ. താങ്ക് യു.